അപ്പൊ മുട്ടയേറും പരിപാടികളൊക്കെ നടക്കും. ചുട്ടിന് ഫ്രണ്ട്സുകൾ ആഘോഷിച്ചു. ബനിയാ നീ തന്നെ തിരുമ്പേണ്ടി വരും. അത് കുളിച്ചു കഴിഞ്ഞാ പോകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് സുട്ടുവിന്റെ ബർത്ത്ഡേ. വേറെ ആരുമല്ല, എന്റെ സുട്ടുചാട്ടന്റെ ബർത്ത്ഡേ. ഇതാട്ടാ സുട്ടു. അപ്പൊ അവൻ ഇന്ന് വരും. അപ്പൊ അതിന്റെ വീഡിയോകളാണ് ഞാൻ ഇപ്പൊ ഇട്ടോണ്ടിരിക്കണത്. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഒരുക്കങ്ങള് ചെറുതിട്ട വലിയ എങ്ങനത്തെ ഒന്നല്ല. അപ്പൊ ചെറു. അപ്പൊ അമ്മ പായസം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. സുട്ടു ഇപ്പില്ലാട്ടാ, അവൻ കൂട്ടുകാരനും കൂട്ടിയിട്ട് ബർത്ത്ഡേ ചെലവ് ആഘോഷിക്കാൻ വേണ്ടി കടല് കാണാൻ പോയിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെ. അപ്പൊ സേമിയ പായസം വെച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മുടെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. പക്ഷെ നമുക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അന്ന് നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. ഇന്ന് ആഘോഷമൊന്നുമില്ല. അപ്പൊ ചെറിയൊരു ആഘോഷം. അപ്പൊ പൊടിമോൾക്കും സുട്ടുവിനും കൂടിയിട്ട് നമ്മളൊരു 1.5 കിലോന്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുട്ടുമോൻ്റെ ഒരു 5-10 കൂട്ടുകാരന്മാരും പൊടിമോളുടെ ഒരു 3-4 കൂട്ടുകാരന്മാരും വരും. അപ്പോൾ പിന്നെ അതായത് നമ്മൾ സേമിയ പായസം പൊന്നൂസ് ചെറിയ വട്ടയ പോലത്തെ ഇതിലേക്ക് ഉരുളിയിൽ നമ്മൾ ഇറച്ചി കൂട്ടാൻ നല്ല വെച്ച കാരണം പൊന്നൂസിന് മണടിക്കുന്നു പറഞ്ഞിട്ടാണ് അതിൽ വെക്കാത്ത കേട്ടാ. അപ്പൊ അതിന്റെ ചെറിയ വീഡിയോ ചെറുതായിട്ട് പറയണല്ലോ. പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതൊന്നല്ല, അത് അടുത്ത വീഡിയോയില് പറയാം. പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ചാൽ മതി. അല്ലെ സേമിയം കിടന്ന് തപ്പി ഒരാളുടെ കൂടി ബർത്ത്ഡേ ഉണ്ട്. എന്റെ പാപ്പന്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇൻസ്റ്റാഗ്രാമില്. അപ്പോൾ പായസ പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് മേടിക്കാൻ പോണം. രാത്രി നമ്മൾ കേക്ക് കട്ട് ചെയ്യും. അത് ഇതൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ടാ. ചെലപ്പല്ലേ കേക്ക് മുറിക്കാൻ സുട്ടുണ്ടാവില്ലേ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് കേട്ടാ. അല്ല പൊടിമ്പിയ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത വീഡിയോക്ക് വരാം. 6:30 അപ്പൊ നമ്മളേ മറ്റേ കേക്ക് മേടിക്കാൻ പോവാണ് കേട്ടാ. പായസൊക്കെ റെഡി ആയിട്ടാ. അപ്പൊ നമ്മൾ കേക്ക് മേടിക്കാൻ പോവാ. അപ്പൊ നമ്മുടെ വീട്ടിൽ കൊതുവായ കാരണം അവിടെ പുകയ്ക്കണ തന്നെ ഇതിട്ടാ. ബായോ കേക്ക് മേടിക്കാൻ പോവാ. ബേക്കറിയിലേക്കാണ് പോണിട്ടാ. നമ്മുടെ തൊട്ടടുത്താണ്, നടന്നു പോകാനുള്ള വഴിയുള്ളൂ. പക്ഷെ കേക്ക് കൊണ്ടുവരുന്ന നമ്മളേ വണ്ടിയുമല്ലേ പോണണ്ടാ. പോവാ എവിടെയാ കുറച്ച് സ്ഥലമുള്ള നമ്മുടെ വണ്ടി വെക്കാനുള്ള സ്ഥലം കിട്ടത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ള ഒതുക്കി വെക്കണം. അപ്പുറത്തെ വീട്ടിലേക്കും കൂടിയുള്ള വഴിയാണ്. അപ്പൊ നമ്മുടെ വീട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ സെന്റർ കാണിച്ചു തരാം. അപ്പൊ സെന്ററിന്റെ അവിടെ ഞാൻ പറയാറില്ലേ, ഇവിടെ ബിജു മേനോൻ സ്റ്റുഡിയോ മേടിച്ചാൽ അതും കാണിച്ചു തരാട്ടെ. നമുക്ക് വാക്കുമ്പോ കേറ്. അപ്പൊ കുമ്പു ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കൂട്ടാ. അപ്പൊ ഇതങ്ങോട്ട് നമ്മുടെ ബിജു മേനോൻ എടുത്ത സ്റ്റുഡിയോ, സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല. അത് ഇതങ്ങട്ടാ. ഫ്രണ്ട് വശം അപ്പുറത്താണ്. അതാണ് നമ്മുടെ സെന്റർ കേട്ടാ. കുന്നത്തങ്ങാടി ചേട്ടന്റെ പാട്ടിലേക്കില്ലേ, കുന്നത്തങ്ങാടി ഷാഫിയിൽ കയറി. അപ്പൊ ഇതാണ് നമ്മുടെ കുന്നത്തങ്ങാടി. അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ. വണ്ടി കത്തന ഭാഗ്യം ഗായ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ബേക്കറി, ചിറയത്ത് ബേക്കറിയുടെ ഫോട്ടോ എടുത്ത. കുമ്മള് കൂടി കേക്ക് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ നമ്മള് 6:30 വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് 6:30 വന്നു. ബേക്കറി നമ്മുടെ ചേട്ടന്റെ കൂട്ടുകാരന്റെ ഒരു ബേക്കറിയാണ്, ചിറയത്ത് ബേക്കറി. അപ്പൊ ആള് പറയാറുണ്ട് ഇടയ്ക്കൊക്കെ എന്റെ വീഡിയോ ഒക്കെ എടുക്കറാണ്. അപ്പൊ തന്നെ കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത്. എന്താ സ്റ്റുഡിയോ പേരും കാര്യങ്ങളൊക്കെ ഇതാണ് ബിജു മേനോൻ വെച്ച സ്റ്റുഡിയോ കേട്ടാ. നാളെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിന്റെ പേരൊക്കെ എഴുതിണ്ട്. പൊടിമോള് സുട്ടുമോന്നൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചിറയത്ത് ബേക്കറി. നോക്കട്ടെ കേക്ക് നോക്കട്ടെ. വാ
എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എഴുതിയിട്ടൊക്കെ ശരിയല്ലേ പിള്ളേർക്ക് തുടങ്ങി. ആ ഓക്കെ, അടിപൊളി. മോയിലാടി അവിടെ പോയി. ആ അപ്പൊ കേക്കൊക്കെ സെറ്റ് ആയിണ്ട്. മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്നിട്ട് മേടിക്കണ്ട, തൊപ്പി മേടിക്കണ്ട, തൊപ്പി. ആ 2 തൊപ്പി ചേട്ടാ. ആ ആ തൊപ്പിയൊക്കെ മേടിച്ചിട്ടാ ചേട്ടാ. പിന്നെ ചെറിയ മറ്റേ ഇത് വേണം നമുക്ക്. കേക്ക് മേടിച്ച് തൊപ്പി അഞ്ചോടത്തെ തൊപ്പി തലയിലേക്ക് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ലേ. ഇനി നമ്മള് 15 കിറ്റാറ്റ് മേടിക്കുന്നുണ്ട് കേട്ടാ. ഇതൊന്നും പോരാണ്ട് അവന്റെ കൂട്ടുകാരൊക്കെ വരുന്നതല്ലേ. മിഠായി കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടന്റെ ബേക്കറി. നമ്മൾ ഇവിടുന്നാണ് പപ്സ്, നമ്മൾ ലൈവിന് പോകുമ്പോ പപ്സ് ഒക്കെ മേടിക്കാറില്ലേ, അത് ഇവിടുന്ന് ഒന്ന് ഞായറാഴ്ച ആയ കാരണം പെട്ടെന്ന് കഴിഞ്ഞു. ആ കുറേയൊക്കെ ബേക്കറി ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ 5-6 കിലോമീറ്റർ ചുറ്റളവിലാണ് ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടാ. ഇത് നമ്മുടെ ആളുടെ വലം കയ്യായ നമ്മുടെ ചേട്ടായിരിക്കും. ആളുടെ അപ്പച്ച ഇവിടെ ഇല്ല. ഇപ്പൊ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് ആക്കി, ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടല്ലാണ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. അപ്പൊ തന്നെ കുന്നത്തങ്ങാടി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ കേട്ടോ, നമ്മൾ കാണിച്ചു തരാം. ആ പാഞ്ചിമിട്ടായി. ഇപ്പൊ കുന്നത്തങ്ങാടി ഈ കയറ്റം കയറുമ്പോ ഇതിന്റെ തൊട്ട് കാണുന്ന വഴി തന്നെ കേട്ടോ. ഇവിടെ വഴി വരുന്നത് കണ്ടേ, ലെഫ്റ്റിലോട്ടുള്ള വഴി. വഴിയിലെ ഗ്രേസി ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള വഴി തന്നെ. കുറച്ച് നേരം വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ഉഷമാളു, നമ്മുടെ മാനേജർ. ഇതേത് നമ്മുടെ വിനയന്റെ കിടാവ്. അപ്പൊ അതായത് മിഠായി, കുറച്ച് മിഠായി. ആ ഉഷാന ഈ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കും. ഇപ്പൊ തന്നെ നമ്മള് കേക്ക് മേടിച്ചിട്ടില്ല കേട്ടാ. ചെറുത് ചെറുത്. അപ്പൊ പൊടിമോളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ പൊടിമോളുടെ സുട്ടുമോന്റെയും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ പേര് എഴുതി വെച്ചിട്ടില്ല കേട്ടാ. വയോ മിന്നിമോളോടെ, മിന്നിമോളെ വായാ വരുന്ന തൊപ്പൊക്കെ വെച്ചിട്ട് വരണം. ഇവിടെ അയലക്കാര്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പരിപാടികള്. വാ കേറ്, ബാഗാവട്ടെ. നമ്മുടെ ഡിങ്കു, ഡിങ്കു സുട്ടു ഞങ്ങളുടെ ബർത്ത്ഡേ. ഉഷേച്ചി പുതിയ ഉടുപ്പ് എടുത്തിട്ടിട്ട് വന്നിട്ടില്ല കേട്ടാ. അങ്ങോട്ട് കേറിക്ക, അങ്ങോട്ട് കേറിക്ക. അമ്മൂസ് അങ്ങോട്ട് കേറിക്കടി, കേറിക്കരുത്, എല്ലാരും കാണട്ടെ. ആ അപ്പൊ കേക്ക് മുറിക്കാൻ കേട്ടാ. നമ്മുടെ പൊടി മുറുക്കി കൈ പിടിച്ചു കൊടുക്ക്. ആ പറയേ, കയ്യടിക്ക്, പാട്ട് പാടാ നിങ്ങള്. തൂടുവാ. ആ പൊടി മോൾക്ക് കൊടുക്ക്. ഉണ്ണോൾക്കൊക്കെ കൊടുക്കും, മിഠായി കൊടുക്കും. മിഠായി എടുക്കും, മിഠായി എടുത്താ അവർക്ക് മിഠായി. എല്ലാരും മിഠായി എടുക്കും, മിഠായി എടുക്കും. അമ്മൂസിന് കൊടുത്ത. നിങ്ങൾ എത്ര പേര്? 2 കിറ്റ്കാറ്റ്. അത് സുട്ടുവിന്റെ കൂട്ടുകാരല്ലേ ഉള്ളോ. ആരും വരാനൊന്നുമില്ലേ, നിങ്ങൾ തന്നെയുള്ളോ നമുക്ക്. നിങ്ങൾ കഴിക്കാണ്ട് ഷുഗറൊക്കെ വരട്ടെ. ആ എടുത്തു എടുത്തു. അപ്പൊ നമ്മളെ ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതന്നെ പൊന്നൂസിന്റെ അമ്മ. അപ്പൊ നമ്മള് നമ്മുടെ അയലക്കത്തുള്ളവർക്കൊക്കെ കൊടുക്കണം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല. ഇനി സുട്ടുവിന്റെ 2-3 കൂട്ടുകാരുള്ളത്. അതായത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. നമ്മളിങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ല. ഇതേ അപ്പൊ പൊന്നൂസ്. അപ്പൊ മിന്നിമോള് നമ്മുടെ വിനീന്റെ അപ്പുറത്തെ ഉഷേച്ചി. ഉഷേച്ചി ഇതാ പാർസലും കൊണ്ടാ പോണ കേട്ടോ. ഉഷേച്ചി കേക്ക് ചെറുത് കേക്ക് തിന്നണ കേട്ടാ. ആ ഇനിയിപ്പോ സുട്ടുമോന്റെ കൂട്ടുകാരന്മാര് പാടത്ത് കളിക്കണ കേട്ടാ. അപ്പൊ അവര് വരുമ്പോ നമ്മള് അവർക്കൊക്കെ ഉള്ള എടുത്ത്. അയ്യോ പായസം, പായസം വേണം. പായസം വേണ്ടേ? പായസം ഉണ്ട് കേട്ടാ. അപ്പൊ സുട്ടുമോന്റെ ചങ്കു പ്രോയായ നാഷുകുട്ടൻ വന്നിട്ടുണ്ട്. ഒരാള് വന്നിട്ടുണ്ട്, നാഷുകുട്ടൻ. സുട്ടുവിന്റെ വണ്ടം കെടിയിട്ടാ.
ഇനിയുണ്ട് കുറച്ച് പേര് ഇവിടെ, അവരൊക്കെ എവിടാ? ആ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് പേര് വരാറുണ്ട്. അപ്പൊ ഇപ്പൊ കേക്കൊക്കെ ഇത്രയിട്ടാ നമ്മള് നിങ്ങൾ വിചാരിച്ച പോലെ നമ്മുടെ അവിടേക്ക് ആരൊന്നും വരാനൊന്നും ഇല്ല. നിങ്ങളാണ് മെയിൻ ഗസ്റ്റുകള്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് കേക്ക് തരാൻ പറ്റില്ല. വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റാ കണ്ടപ്പോ അതൊക്കെ ബാക്കി വലിയ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാട്ടെ. പൊടിമോളെ അപ്പൊ ആ വരും പൊടിയെ വായോ. ഓ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതെ, പായസമൊക്കെ പാർസൽ അടിക്കാൻ പോവാ. അമ്മയാണ് കേട്ടാ. അമ്മ എൻ്റെ അമ്മയല്ല, പൊന്നൂസിന്റെ അമ്മ. സുട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ വേറെ ഒന്നുമില്ല പറയാനുള്ള എനിക്ക്. അപ്പൊ സുട്ടിന്റെ ബർത്ത്ഡേയും എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പൊ നമ്മുടെ അയലക്കത്തുള്ള ചേട്ടനും ചേച്ചിക്കൊക്കെ കൊടുക്കണം കേട്ടോ. വേറെ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്നു ശുഭദിനം. ഇനി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. അപ്പൊ ഇനിയൊരു വീഡിയോ ഉണ്ട്, സർപ്രൈസ് വീഡിയോ. അത് സർപ്രൈസ് ആണ്. അത് വിജയിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ കേട്ടാ. വിജയിച്ചെങ്കിൽ മാത്രമേ, അത് വിജയിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. അതൊരു സർപ്രൈസ് ആണ്. പൊന്നൂസ് പറഞ്ഞപ്പോ എല്ലാരും അടുത്തും അപ്പൊ പൊടി ഉഷേനാണ് കാണില്ല എന്ന് പറഞ്ഞത്. ഉഷേരെ പുതിയ ഉടുപ്പ് കാണിക്കണം എന്ന് പറഞ്ഞത്. എന്റെ ഉഷമോളുടെ പുതിയ ഉടുപ്പ് നാളെ എന്നെ വീഡിയോ എടുത്തപ്പോ ഉഷമോളുടെ പഴയ ഉടുപ്പ് വെട്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടാ. നിങ്ങളുടെ കോട്ടയത്തും കൊല്ലത്തുള്ള. അപ്പൊ പൊടിമോൾ അവസാനിപ്പിക്കും.